ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഹായ്, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഓക്കെ, ഇത് യൂട്യൂബിലിടും, കുഴപ്പമുണ്ടോ? ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്? അതൊരു 15 മിനിറ്റ്സിൻ്റെ വലിയ കൺവേഴ്സേഷൻ്റെ ഉള്ളിൽ എന്താണ് ക്ലാരിറ്റി കിട്ടുന്നത് അത് മാത്രം പറയാം. ഓക്കെ, എനിക്ക് കരിയർ ക്ലാരിറ്റി വേണം, പിന്നെ നീഷ് അറിയണം. ഓക്കെ, കരിയർ ക്ലാരിറ്റി ആൻഡ് നീഷ്. ഓക്കെ, നിങ്ങൾ ആരൊന്നും പറയണ്ട. നമ്പർ 1, നിങ്ങൾ ക്ലാരിറ്റി ഓഫ് കരിയർ ക്ലാരിറ്റി ആണെങ്കിൽ നിങ്ങളിപ്പം ജോബ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, എനിക്ക് 2 ഐഡിയ ഉണ്ട്. ഒന്ന് ലൈഫ് കോച്ച് ആണോ, ഒന്ന് സൈക്കോ തെറാപ്പിസ്റ്റ് ആണോ എന്നുള്ള, ഒരു കൗൺസിലർ ആണോ, അങ്ങനെ 2 ഐഡിയ ഉണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഏകദേശം ഞാൻ അവിടം വരെ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ലൈഫ് കോച്ചാണ്, ഒന്ന് സൈക്കോ തെറാപ്പിസ്റ്റ്, അങ്ങനെ കൗൺസിലർ. ഓക്കെ, കൗൺസിലർ. ഓക്കെ, ഇതുവരെ ജോബ് എടുക്കാത്ത കാരണം പറയാം. ജോബ് എടുക്കാത്തത് ഫാമിലി, കുട്ടികൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഇല്ല. പിന്നെ അത് എനിക്ക് ഏതൊന്നും ഒരു ഐഡിയ കിട്ടിയിട്ടൊന്നുമില്ല. പഠിച്ചത് വേറെ, പല പല മേഖലയിലും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു എന്താണെന്നൊരു ധൈര്യം ഇല്ല. എന്തെങ്കിലും എൻ്റെ ലാംഗ്വേജ് പ്രോബ്ലം ആണോ അതൊന്നും അറിയില്ല. പക്ഷെ പോയില്ല. പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തിരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തൊക്കെ ചെയ്തിരുന്നു, കിട്ടിയില്ല. ഓക്കെ, ഇപ്പോൾ ജോബിന് ട്രൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, കിട്ടില്ല ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ വേറെ ആരുടെയോ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിട്ടില്ല, അല്ലേ? ശരിയല്ലേ? ട്രൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഉറപ്പല്ലേ? ഓക്കെ, ട്രൈ ചെയ്തിട്ട് കിട്ടാൻ പോകില്ല. യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പം 2 കാര്യം ഞാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതിന് ബേസ് ചെയ്ത് ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്പർ 1, നിങ്ങൾക്ക് മറ്റുള്ള ആളെ കീഴിൽ വർക്ക് ചെയ്യാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്താ ചെയ്യാനാണോ ഇഷ്ടം? ഓക്കെ, സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 to 10 എത്ര നിങ്ങളുടെ പാഷൻ എത്രയാണ്? 9. എന്തിനാണ്? പാഷൻ 9. ഓക്കെ, നിങ്ങൾ അതൊരു കരിയർ ആക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത് പാഷനായിട്ട് തന്നെ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? കരിയർ ആക്കാനാണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ജനറേഷൻ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു, കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞു, അതിന് സ്റ്റഡീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്, അല്ലേ? ഇതിൽ വേറെ എന്തെങ്കിലും ഏർണിങ് നിങ്ങൾക്ക് എല്ലാ മാസം ഉണ്ടോ? ഡേ കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൻ ഐ ആസ്ക് യു, ഇന്ത്യയിലാണോ നിങ്ങൾ പുറത്താണോ? പുറത്താണ്. അതാണ് ഡേ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി പുറത്താണെന്ന്. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് വർക്ക് ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് കുട്ടികൾ, എത്ര കുട്ടികളുള്ളത്? വെരി ഗുഡ്. ആൺകുട്ടികളോ പെൺകുട്ടികളോ? വാവ്, ആരോടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പം പ്രശ്നം ഉണ്ടാക്കി തരാം, ഞാൻ വീട്ടിലിപ്പം പ്രശ്നം ഉണ്ടാക്കി തരാം. ഓക്കെ, ഓ ഓക്കെ, ബ്യൂട്ടിഫുൾ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പണ്ട് മുതലേ ആഗ്രഹമാണ്. അപ്പം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ എക്സ്പീരിയൻസ് അങ്ങ് മുതലാക്കി. വെരി ഗുഡ്, എക്സലന്റ്. ഈ ഡേ കെയറിൽ ഇപ്പം എത്ര വയസ്സുള്ള കുട്ടികളുള്ളത് അതിൽ? ഓക്കെ, അതെ അതെ. അപ്പോൾ കുട്ടികളവിടെ നിങ്ങളെ വീട്ടിലേക്കും ഡ്രോപ്പ് ചെയ്യണ്ടാവും, അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അത് ശരിക്കും നിങ്ങളുടെ പാഷനാണോ, അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേഷന് വേണ്ടിയാണോ? വെരി ഗുഡ്, എക്സലന്റ്, താങ്ക് യു. കാരണം അത് അറിയണം എനിക്ക്. സോ ഇൻകം ജനറേഷന് വേണ്ടി. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇനിയുള്ളത് നിങ്ങൾ ലൈഫ് കോച്ച് എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ലൈഫ് കോച്ച്? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, പിന്നെ ഭയങ്കര എമ്പത്തിയാണ്.
പിന്നെ എനിക്ക് കേൾക്കാൻ ഒരാൾ പ്രശ്നം പറഞ്ഞാൽ കേൾക്കാനും ഇഷ്ടമാണ്. ഉം. അതിന് ഒരു സൊല്യൂഷൻ അല്ല ഞാൻ പറഞ്ഞെടുക്കാറ്, പക്ഷെ അവരെ ഒരു സമാധാനം എൻ്റെ വാക്കിന്ന് കിട്ടാറുണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ലൈഫിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ കോച്ച് ആവുന്നത്? ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുതൽ മരണം വരെ ലൈഫല്ലേ? വ്യത്യസ്ത സെഗ്മെൻറ്റ്സ് ഉണ്ട് ലൈഫിന്, അല്ലേ? ഒരു അമ്മ ആവുന്നത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, ഒരു കുട്ടി ആവുന്നത് ഒരു ഭാഗമാണ്, വിദ്യാഭ്യാസം ഒരു ഭാഗമാണ്, ഒരു ജോബ് കിട്ടുന്ന ഒരു ഭാഗമാണ്, അല്ലേ? ഒരുപാട് ഏരിയാസ് ഉണ്ട്, അല്ലേ? അപ്പം ഈ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ടാഗാണ്. ഓക്കെ. മനസ്സിലാവണ്ട. കാരണം അത് സാധാരണ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോഴും ആൾക്കാരൊക്കെ യൂസ് ചെയ്യേണ്ട ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്. ലൈഫ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞ് കേൾക്കില്ല, നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. ഓക്കെ. ഞാൻ ഇവിടുന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു കോച്ചേഴ്സിന്, ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് സർട്ടിഫൈ ചെയ്ത് പോയ കോച്ചേഴ്സിന്, പക്ഷേ ഒരു കോച്ചിനെ പോലും നിങ്ങൾ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ട് കേൾക്കില്ല. ആ ലൈഫ് കോച്ച് എന്ന് പറയാനുള്ള കാരണം അത് പൊതുവേ ആയിട്ട് ജനങ്ങൾ പറയുന്ന ഒരു ടേമാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇമോഷണൽ നിങ്ങൾ എംപത്തി പറഞ്ഞു, ലിസ്ണിങ് പറഞ്ഞു, സൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പം അതിലൊക്കെ നോക്കിയിട്ട് ഏത് ഏരിയയാണ് നിങ്ങൾക്ക് ഏറ്റവും മാച്ച് ആവണം, സൂട്ടബിൾ ആവണം, അങ്ങനെയാണ് നമ്മളൊരു ജോബ് സെലക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ബിസിനസ് സെലക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നീഷ് സെലക്ട് ചെയ്യില്ല. നിങ്ങൾ രണ്ട് ചോദ്യങ്ങളോ, രണ്ടാമത്തെ ചോദ്യം നീഷിനെ കുറിച്ചിട്ടായിരുന്നു, അല്ലേ? ഓക്കെ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്നാണ് ഇത് പഠിച്ചത്, ഈ ലൈഫ് കോച്ചിങ്? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ പഠിക്കാതെ തന്നെ ഇത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ആം ഐ റൈറ്റ്? പഠിക്കാതെയും ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. കോച്ചിങ് പഠിക്കാതെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കോച്ചിങ്. ഓക്കെ. എൻ്റെ ടീച്ചേഴ്സ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവർ കോച്ചസാണ്, ലോകത്ത് അറിയപ്പെടുന്ന കോച്ചസാണ്, പക്ഷെ അവർ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പഠിക്കേണ്ട സർട്ടിഫിക്കറ്റിനൊന്നും ഒന്നും ആവശ്യമില്ല ഇതിന്, ആസ് ലോങ് as. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഈ സൈക്കോ തെറാപ്പിയൊക്കെ പറയുമ്പോണ്ടല്ലോ, കൗൺസിലർ, അത് പഠിക്കണം, അത് വേറെ കേസാണ്. ഓക്കെ. അവിടെ പറഞ്ഞോളൂ. ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നി ഇത് രണ്ടിലേതെങ്കിലും പറ്റുമായിരിക്കും എന്നൊരു ഫീലിങ്സ്. കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. സന്തോഷം വേണം. അല്ല, അതല്ല ചോദിച്ചേ. ഇന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും എന്ന് ചോദിക്കണം. ഇന്ന് സന്തോഷം ഉണ്ടാവും. 0 to 10 എത്ര സന്തോഷം ഉണ്ടാവും? 10 ആയിരിക്കും. ഓക്കെ. അത് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് അടുത്ത ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾ ഡേ കെയർ ചെയ്യുന്നുണ്ട്, 3-4 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഓക്കെ. ഇത് ഒരു ഇൻകം ജനറേഷന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് അതിനോട് പാഷനില്ല, കരിയർ ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഇൻ്റർവ്യൂസൊക്കെ പങ്കെടുത്ത് ഒന്നും കിട്ടിയില്ല. നിങ്ങൾ പാഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 ആണ് പാഷന്. അപ്പോൾ 2 സാധ്യത ഉള്ളത്, ഒന്ന് ലൈഫ് കോച്ച്, ഒന്ന് സൈക്കോ തെറാപ്പി, അല്ലെങ്കിൽ കൗൺസിലർ ആയിട്ടുള്ള, അല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു ഇതിന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഡേ കെയറിന് മാത്രമാണ് ഇൻകം കിട്ടണമെന്ന് പറഞ്ഞു, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞൊക്കെ? ഇനിയുള്ളത് എനിക്കറിയാനുള്ളത്, നിങ്ങൾക്ക് എത്ര ആണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാസത്തിൽ? അത് പ്രൊഫഷനായിട്ടുള്ള കാണാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കരിയറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൻകം എത്രയാണ്? ഇന്ത്യൻ പറഞ്ഞോളൂ. 50 അല്ലേ പറഞ്ഞത്? ഓക്കെ, 50. ആ 50,000 റുപ്യ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് ഇനി ചോദിക്കാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഇത് ചിലപ്പം ഒരാളെ കോച്ച് ചെയ്താൽ നിങ്ങൾക്ക് 50,000 കിട്ടും. ചിലപ്പോൾ നിങ്ങൾ 5 ആൾക്കാരെ കോച്ച് ചെയ്താൽ 50,000 കിട്ടും. ചിലപ്പം 10 ആൾക്കാരെ കോച്ച് ചെയ്താൽ 50,000 കിട്ടും. ചിലപ്പോൾ 50,000 പേര് കോച്ച് ചെയ്താൽ 50,000 കിട്ടും. മനസ്സിലായി? കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെടുത്ത് 50,000 ഇതില്ല, അവറില്ല, മണിക്കൂറുകളൊന്നുമില്ല, അല്ലേ? അതും ശ്രദ്ധിക്കണം. പിന്നെ അങ്ങനെ ആണെങ്കിൽ എത്ര ആൾക്കാരെ കോച്ച് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടികളുണ്ട്, നിങ്ങളെ ഹസ്ബൻഡുണ്ട്, നിങ്ങൾ ഡേ കെയർ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂർ എത്ര മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റും? ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര മണിക്കൂർ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും ഈ ഒരു കോച്ചിങ് സെഷന്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ കരിയറിന് വേണ്ടി എത്ര മാറ്റിവെക്കാൻ പറ്റും?
3 to 5. 5 hours അല്ലേ? അപ്പോൾ ഒരാളെ കോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ അത് ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം ഹസ്ബൻഡും മക്കളായിട്ട് മാത്രം ഫുള്ളായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 7 days അല്ലേ? ഓക്കെ. അപ്പം 5 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് 7 days അങ്ങനെ നിങ്ങൾക്കൊരു ചുരുങ്ങിയത് 30 ദിവസം വർക്ക് ചെയ്യാൻ പറ്റണം അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പം ഈ 5 മണിക്കൂറിൽ ഒരു 5 മണിക്കൂർ ഒരു ദിവസത്തെ കണക്കെടുക്കുക. ഒരു 5 മണിക്കൂറിൽ എത്ര പേരെ നിങ്ങൾക്ക് കോച്ച് ചെയ്യാൻ പറ്റും? എത്രയാണ് നിങ്ങളുടെ ഡ്യൂറേഷൻ, കോച്ചിങ് ഡ്യൂറേഷൻ എത്രയാണ്? ഒരാളായിട്ട് കോച്ച് ചെയ്യുമ്പോൾ എത്ര മണിക്കൂറാണ് നിങ്ങൾ എടുക്കേണ്ടി വരിക? എൻ്റെ സംസാരം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അത് ഇതുവരെ ഒരു കണക്ക് വെച്ചിട്ടില്ല. അല്ല, ഇന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയില്ലേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് തീരും. അതല്ല, അത് ചിലപ്പോൾ ഞാനും ടയർഡാവില്ല. പക്ഷേ അതല്ല നമ്മുടെ ഉദ്ദേശം, അതല്ലല്ലോ. നമ്മൾ ടയർഡ് ആവണമെന്നല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ആ വരുന്ന വ്യക്തിക്ക് ഒരു സൊല്യൂഷൻ അല്ലേ? ഒരു 20 minutes ഒക്കെ മതിയാവും. മതിയാവും അല്ലേ? അപ്പോൾ 20 minutes ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ആളെ കോച്ച് ചെയ്യാൻ പറ്റും? 45 minutes ഗ്യാപ്പ് വെക്കണം എന്നല്ലേ സെൻസ് ഇപ്പോൾ പറയല്ലേ? ഫ്രീ എടുക്കണം. എനിക്കൊരു 5 ആളെ കോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ദിവസം 5 ആളെ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളിന് എത്ര പൈസ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും? നിങ്ങൾ 45 മിനിറ്റ് എന്നല്ല 20 മിനിറ്റ് പറഞ്ഞാൽ എത്ര എമൗണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഇന്ത്യൻ റുപ്പീസിൽ? ഒരു 5,000 ഒക്കെ വാങ്ങിക്കാൻ പറ്റും. എത്ര മണിക്കൂറിന്, എത്ര മിനിറ്റിനാണത്? 20 minutes. ഓക്കെ, 5,000 rupees. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഓക്കെ, 20 minutes 5,000 ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 25,000 അങ്ങനെ തന്നെ ആയി അല്ലേ? ഒരു ദിവസം തന്നെ 25,000 ആയി. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾ 5 പേരെ കിട്ടുകയാണെങ്കിൽ 30 ദിവസത്തിന് 5 പേര് വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ 50,000 എത്രയോ മേലക്ക് കടന്നിട്ടുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചത് 50,000 ആണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കണക്ക് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ മേലെ എത്രയോ കടന്നിട്ടുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല അല്ലേ? അത് ശരിയാവണമെന്നില്ല. ഓക്കെ. അതുകൂടാതെ നമുക്ക് എല്ലാ ദിവസവും ക്ലയൻറ്റിനെ കിട്ടണമെന്നില്ല. അതും സത്യാവസ്ഥയല്ലേ? നമുക്ക് സത്യാവസ്ഥ സംസാരിക്കാം അല്ലേ? അപ്പോൾ നമുക്കൊരു ആഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ക്ലയൻറ്റിനെ വേണം? മനസ്സിലായി? ഞാൻ അത് ഡീബ്രീഫ് ചെയ്ത് കൊണ്ട് അങ്ങനെ നമുക്കൊരു ആഴ്ചയിൽ നിങ്ങൾക്ക് എത്ര ആളെ കിട്ടിക്കഴിഞ്ഞാൽ 5,000 റുപ്യ വാങ്ങിച്ചിട്ട് എത്ര ആളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50,000 റുപ്യ ഉണ്ടാക്കാൻ പറ്റും? അത് പറയാം. എപ്പോഴായാലും ഉണ്ടല്ലോ, വീക്ക്ലിയാണ്. വീക്ക്ലി ടാർഗറ്റ് വെച്ചിട്ട് വീക്ക്ലി ഇത്ര ആളെങ്കിലും എനിക്ക് വേണം. ഡെയിലി അല്ല, വീക്ക്ലി ഇത്ര ടൈം ആളുണ്ടെങ്കിൽ സൺഡേ എന്നല്ല, ഒരു വീക്കിൽ ഒരാഴ്ച, അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എനിക്ക് അറ്റ്ലീസ്റ്റ് 4 ക്ലയൻറ്റ്, 3 ക്ലയൻറ്റ്, 10 ക്ലയൻറ്റ്, 100 ക്ലയൻറ്റ്. എത്ര ക്ലയൻറ്റ് വേണം നിങ്ങൾക്ക്? ഓക്കെ, 20 ക്ലയൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 ഇൻറ്റു എത്ര വാങ്ങിക്കാൻ പോകുന്നത്? 5,000 അല്ലേ? ഓക്കെ, 5,000 20 ആണ് എത്രയായി? നിങ്ങൾക്ക് 1,00,000 അപ്പം തന്നെ ആയി. ഹാപ്പി ആയിരിക്കുമോ നിങ്ങൾ? ഓക്കെ. ഇനി ചോദ്യമുള്ളത്, 20 ക്ലയൻറ്റ്സിന് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ കിട്ടുമോ? ഓക്കെ. അതിന് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ നിങ്ങളെ അറിയുക? അതായത് എനിക്ക് തന്നെ നിങ്ങളറിയില്ല, ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ പേരും അറിയില്ല, പേര് പറയും വേണ്ട, ഒന്നും പറയണ്ട. എങ്ങനെയാണ് ഇങ്ങനൊരു വ്യക്തി മാർക്കറ്റിലുള്ളതെന്നുള്ള അറിയുക? നിങ്ങളെങ്ങനെ ഈ ഫാറൂഖ് സെൻസ് എന്ന് പറഞ്ഞ വ്യക്തിനെ അറിഞ്ഞത്? ഉറപ്പല്ലേ? അല്ലേ? നിങ്ങൾ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, എൻ്റെ ശിഷ്യന്മാർ എന്നെ കണ്ടിട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടുള്ളൂ. എല്ലാവരും കണ്ടിട്ടുള്ളത് ഒന്നിലെ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും എന്നെ കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഒരു തരത്തിൽ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയണം നിങ്ങളെന്ന വ്യക്തി, അവർക്കുള്ള സൊല്യൂഷനാണ് നിങ്ങളെന്നുള്ള അവരറിയണ്ടേ? അറിഞ്ഞാലല്ലേ വരുള്ളൂ. ഒരു ഡോക്ടറാണെങ്കിൽ തന്നെ ഒരു ബോർഡ് വെച്ചാൽ മതി അവിടെ. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് ഈവൻ ഡോക്ടേഴ്സ് പോലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓരോന്ന് പറഞ്ഞിട്ട്, അതായത് അവർക്ക് അറിയുന്ന കഴിവിനെ അവർ ഇതിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ?
ഉറപ്പില്ല. ഒരുപാട് ഡോക്ടേഴ്സ് നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. എൻ്റെ വൈഫ് കംപ്ലീറ്റ് പഠിക്കുന്നത് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. എന്നിട്ട് എനിക്ക് ആ ക്ലാസ് എടുത്തില്ല. അതിന് കാരണം എനിക്കാ ബുദ്ധിമുട്ട്. എല്ലാം പഠിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. കാരണം ഒരു ഡോക്ടേഴ്സ് നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു. അങ്ങനെ വല്ല വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ നിങ്ങളറിയാം. നിങ്ങളുടെ അടുത്തുള്ള റിലേറ്റീവ്സും അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സും ഒരാഴ്ചയിൽ 10 പ്രാവശ്യം വരില്ലല്ലോ നിങ്ങളുടെ അടുത്തേക്ക്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കിളിൻ്റെ പുറത്തേക്ക് പോകണ്ടേ? ആ സർക്കിളിൻ്റെ പുറത്ത് ജനങ്ങൾ നിങ്ങളെ അറിയണ്ടേ? അറിയണമെന്ന് വല്ലതും ചെയ്യണ്ടേ? കഴിവ് മാത്രം ഉണ്ടായിട്ട് പോരാ. കഴിവ് എല്ലാവർക്കും ഇപ്പോൾ ഇത് നിങ്ങളോടും ഇത് കാണാൻ പോകുന്ന യൂട്യൂബിൽ കാണാൻ പോകുന്ന ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എത്ര ഉണ്ടായിക്കോട്ടെ, നമ്മൾ വേൾഡിൽ തന്നെ ഏറ്റവും ടോപ്പ് കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ, അത് വെറും 20% മാത്രമേ ഉള്ളൂ. 80-20 പ്രിൻസിപ്പളോടെ 20% മാത്രം. 80% മാർക്കറ്റിങ്ങാണ്. അതായത് ജനങ്ങൾ നമ്മളെപ്പറ്റി അറിയണം എങ്കിൽ മാത്രമേ വന്നാൽ മാത്രമേ നമ്മളെ കഴിവ് അറിയുള്ളൂ അല്ലേ? എത്ര കഴിവുള്ളെങ്കിൽ ലോകം അറിയില്ല. ലോകം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വല്ലതും ചെയ്യണം. എങ്കിൽ മാത്രമേ ജനങ്ങൾ നമ്മളെ ഡോറ് വന്ന് നോക്കിയുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മളെ വന്നൊരു ചോദ്യം ചോദിക്കുള്ളൂ, നമുക്ക് ഇത് ചെയ്ത് തരുമെന്ന് ചോദിക്കുള്ളൂ. അത് 80% നിങ്ങൾ ചെയ്തിരിക്കണം. 20% നിങ്ങൾ വന്നതിന് ശേഷം അവർ കഴിവുണ്ടെങ്കിൽ അവർ കണ്ടറിയും അല്ലേ? അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ആൾക്കാർ വരില്ല എന്നുള്ള 100% ഉറപ്പാണ്. അത് സത്യാവസ്ഥ അറിയണ്ടേ അല്ലേ? ചിലപ്പോൾ എന്താണ് നമ്മൾ കടുവ സച്ച് എന്ന് പറയില്ലേ ഹിന്ദിയിൽ, അതായത് ചില സത്യങ്ങൾ വളരെ കഴുപ്പുള്ളതായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളടുത്തേക്ക് ആരും വരാൻ പോകുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞേ മതിയാവും. അപ്പം മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ധൈര്യമില്ല. അപ്പം മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ എന്താ പറയുകയെന്നറിയാം, ബോട്ടിൽ നെക്ക് എന്ന് പറയും. ഓക്കെ, ബോട്ടിൽ നെക്ക് എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ ഒരു കുപ്പി നോക്കിക്കഴിഞ്ഞാൽ കുപ്പിൻ്റെ താഴെ വലിയൊരു ഏരിയ ഉണ്ട്, പക്ഷേ ആ കുപ്പിൻ്റെ നെക്ക് വളരെ ചെറുതാണ് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുപ്പിൻ്റെ അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ബോട്ടിൽ നെക്കിൽ കൂടെ പോയാലല്ലേ നിങ്ങൾക്കൊരു ഗ്ലാസ്സിലേക്ക് എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഴിവുണ്ടായിരിക്കും. എനിക്കറിയില്ല കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് എല്ലാ കഴിവുണ്ടാവും. നിങ്ങളിപ്പോൾ പറഞ്ഞു കൗൺസിലിംഗ് പറഞ്ഞു, സൈക്കോതെറാപ്പി പറഞ്ഞു, ലൈഫ് കോച്ചിങ് ഒക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കഴിവുള്ളൊരു കുട്ടിയായിരിക്കും നിങ്ങൾ. പക്ഷേ അത് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടായേ മതിയാവും. പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാവണം നിങ്ങൾക്ക്. ജനങ്ങൾ നിങ്ങളെ അറിയണം, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് അറിയണം, അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണം. എങ്കിൽ മാത്രമേ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. ഇനി ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് 2 കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് അഡ്വർടൈസ്മെൻറ്റാണ്. അതായത് പൈസ കൊടുത്തിട്ട് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെറ്റയിലോ നിങ്ങൾ പരസ്യം കൊടുക്കുക. പക്ഷെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരണമെന്നില്ല. അവർ ജസ്റ്റ് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കുള്ള ക്ലയൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. മനസ്സിലായില്ലേ? ശരിക്കുള്ള ക്ലയൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിച്ച് വരുന്നവരെ നിങ്ങളൊപ്പം ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരു വരും ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇത് ഇയാളെന്താ വിൽക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വരുന്ന ക്ലയൻസ്, നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസ് എന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ള അംഗീകരിക്കുന്ന ആൾക്കാരെ വരുള്ളൂ. അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറി ക്യാമറ മുമ്പിൽ കയറി സംസാരിച്ചാൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ വരില്ല. മനസ്സിലാവണ്ട? അല്ലാത്ത ആരാ വരിക? നിങ്ങളെ തൊട്ടടുത്തുള്ള നിങ്ങളെ അമ്മായിൻ്റെ മക്കളും അല്ലേ അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക അല്ലേ? ശരിയല്ലേ? അത് സത്യാവസ്ഥയല്ലേ? അപ്പോൾ അത് നിങ്ങൾക്കൊരു കരിയറാക്കി എടുക്കാൻ പറ്റില്ല. കാരണം വേർഡ് ഓഫ് മൗത്ത് ഈസ് നോട്ട് മാർക്കറ്റിംഗ് എന്നാണ് പറയില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ റെഡിയാണോ? ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതൊരു കരിയറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നീഷിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതൊക്കെ ഇതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ യൂട്യൂബ് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും അതായത് ജനങ്ങൾ നിങ്ങളെ അറിയണം. നിങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ളത് അറിയണം. ആ കഴിവ് എന്താണെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കൊടുക്കേണ്ട ആളാണ്. എൻ്റെ കഴിവ് ജനങ്ങൾ കാണുന്നുണ്ടാവും, അതാണ് ജനങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്നുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കണം. അത് ഏത് പ്ലാറ്റ്ഫോം ആയാലും വേണ്ടില്ല. അതിപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ പോയാൽ മതി.
നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ആൾക്കാരെ കോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ എത്ര വയസ്സിൻ്റെ മേലെ എത്ര വയസ്സിന് താഴെയുള്ള ആൾക്കാരെ നിങ്ങൾ കോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കൊരു 18 to ഉം. 60 വരെ ഓക്കെ. അത് വലിയൊരു ഗ്യാപ്പാണ്. അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഈ 18 വയസ്സ് മുതൽ 60 വയസ്സെന്ന് വെച്ചാൽ അത് എല്ലാ കാറ്റഗറിയും വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവർ വന്ന്, കല്യാണം കഴിച്ചവർ വന്ന്, ഡിവോഴ്സ് ചെയ്തവർ വന്ന്, കുട്ടികളുള്ളവർ വന്ന്, സെപ്പറേഷൻ വന്നു, എല്ലാം വന്ന്, മരിക്കാൻ പോകുന്ന ആൾക്കാരും വന്നു. അതിൽ അങ്ങനെ ഒരിക്കലും അത് അവിടെയാണ് നീഷ് തെറ്റണത്. നീഷ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കസ്റ്റമർ പെർസോന എന്ന് പറയും, അല്ലെങ്കിൽ അവതാർ എന്ന് പറയും. ഓക്കെ, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സുള്ള വ്യക്തി, അത് ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, ഇന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജോബാണ്, ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, ഇത്ര ഇൻകം ചുരുങ്ങിയത് കിട്ടുന്ന ആളായിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ നീഷ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു 50,000 റുപ്യ കിട്ടണമെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് 40 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. 5,000 റുപ്യാണ് നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഉദാഹരണത്തിന് ഇന്ന് നിങ്ങളുടെ സെഷനിൽ 20 ആൾ വന്നെന്ന് വിചാരിക്കുക. ഇന്ന് 20 ആൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ ശരിക്കും 1,00,000 റുപ്യ വരണ്ടേ? അല്ലേ? അപ്പോൾ ഉദാഹരണത്തിന് 20 ആൾ വന്ന്, പക്ഷേ ഈ വന്ന 20 ആളും ഓക്കെ പൈസ ഇല്ലാത്തവരാ. നിങ്ങൾ കുടുങ്ങിപ്പോയില്ല, നിങ്ങളെ സമയം പോയി കിട്ടി അല്ലേ? നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ, പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ആ ബോർഡ് എടുത്ത് വലിച്ചെറിയും, പിന്നെ മേലാൽക്ക് നിങ്ങൾ ചെയ്യില്ല. ശരിയല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് വെറുതെ എടുത്ത് ചാടാൻ പാടില്ല. അതിൻ്റെ ലോജിക്കലായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇതിന് കൂടുതൽ പൈസ ചിലവ് വരില്ല എന്നുള്ള. ഒരു കോച്ച് ആവണമെന്നുണ്ടെങ്കിൽ കോച്ചിങ്ങിന് നിങ്ങൾക്ക് പൈസ ആവും, പക്ഷേ നിങ്ങൾക്കൊരു കോച്ചിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്യാമറ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ മതി, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മതി. അവിടെ ഒന്നും എക്സ്പെൻസ് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. മനസ്സിലാവണ്ട? പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ അറിയണം നിങ്ങളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ് റെഡി? ജനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു 80% എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ എന്താണ് നിങ്ങൾ ചെയ്യാൻ റെഡി? വാട്ട് ഇസ് ദറ്റ് യു ക്യാൻ ഡു? ട്രൈ ചെയ്യില്ലല്ലോ കേട്ടോ, ട്രൈ എന്നുള്ള പരിപാടി ഇവിടെ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം യൂട്യൂബിൽ വേർഡ്സ് വെച്ചാൽ വെറും വോയിസ് ആണ് നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് അല്ല? മതി. വോയിസ് എന്ന് വെച്ചാൽ വോയിസ് ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങളെ വോയിസ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസ് വെച്ചാൽ മതി. ചിലർക്ക് ചിലപ്പോൾ മുഖം കാണിക്കാൻ ആഗ്രഹമില്ലാത്ത കോച്ചസ് ഉണ്ട്. എൻ്റെ സ്റ്റുഡൻസിനുണ്ട്, അവർ നിക്കാബ് എന്ന് പറയും, മുഖം മറച്ചിട്ടുള്ള കുട്ടികളുണ്ട്. അവർ വോയിസാണ്, അവരെ മുഖം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എൻ്റെ സ്റ്റുഡൻസാണ്, പക്ഷേ ഇന്നുവരെ ഞാൻ മുഖം കണ്ടിട്ടില്ല. നിങ്ങൾ ആരാന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ എത്ര ഭംഗിയുണ്ടോ അല്ലെന്നോ ആർക്കും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടോയെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കുള്ള പെയിന്, അവർക്കുള്ള വേദന, അത് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വോയിസ് നല്ലതാണെങ്കിൽ ആ വോയിസിൽ അർത്ഥങ്ങളുണ്ടെങ്കിൽ ആ വോയിസിൽ കൂടെ അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ വോയിസ് മതി. അത് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് മതി. നിങ്ങൾ മേക്കപ്പ് ചെയ്യണമെന്നോ മേക്ക് ഓവർ വേണമെന്നോ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. നിങ്ങൾ വാല്യൂസ് കളയാതെ അവർ തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വാല്യൂ വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. മനസ്സിലാവുണ്ടോ? നമുക്കെല്ലാവർക്കും ഓരോ വാല്യൂ ഉണ്ട്. ആ വാല്യൂ വെച്ച് സംസാരിക്കാൻ പറ്റും. എന്തായിരിക്കും നിങ്ങൾ തുടങ്ങുക? യൂട്യൂബാണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണോ? എന്താണ് തുടങ്ങുക? എങ്ങനെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അത് കഴിഞ്ഞ് കോച്ചിങ്ങൊക്കെ അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്ര ഇതല്ല, അക്കൗണ്ട് ഉണ്ട്, പക്ഷെ കൂടുതലും ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു മതി. ഓക്കെ, അത് ചെയ്യാമെന്നല്ലേ, അത് ചെയ്ത് നോക്കുക. കാരണം വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾ വല്ല റൈറ്റിങ്സ് വല്ല ഉണ്ടെങ്കിൽ സ്ലൈഡൊക്കെ യൂസ് ചെയ്തിട്ട് അത് കൊടുത്ത് ഞാനൊക്കെ ഓക്കെ. ആരാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിന്? നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ആരെങ്കിലും ഉണ്ടോ? ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ?
ചെയ്യോ നിങ്ങൾ? അതിനുള്ള കഴിവുള്ള കുട്ടിയാണോ നിങ്ങൾ? ഇല്ല. അല്ല പഠിക്കാനുള്ള കഴിവുണ്ടോ നോക്കണേ? ഞാനൊക്കെ സ്വന്തം പഠിച്ച എല്ലാം, ഞാൻ യൂട്യൂബ് മുതൽ ഇൻസ്റ്റാഗ്രാം വരെ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് എല്ലാം സ്വന്തമായിട്ട് പഠിച്ച. വെബ്സൈറ്റ് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ്, എൻ്റെ LMS ഞാൻ സ്വന്തം ഉണ്ടാക്കിയ, എല്ലാം ഞാൻ സ്വന്തം ഉണ്ടാക്കിയ. ഇത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവരൊന്ന് ഉം. സംസാരിച്ചിട്ട് എങ്ങനെയാന്ന് ഐഡിയ അറിഞ്ഞിട്ട് 2-3 സ്റ്റെപ്പ് ഫസ്റ്റ് വെക്കാം. അത് എന്നാ എടുക്കുക സ്റ്റെപ്പ്? ഓക്കെ, പെട്ടെന്ന് വെച്ചാൽ എൻ്റെ പെട്ടെന്ന് നിങ്ങളെ പെട്ടെന്ന് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ ടൈം മാനേജ് ആക്കിയിട്ട് കുട്ടികളുണ്ടല്ലോ. ഇതാണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കുറച്ച് ചെറിയ ഗൾഫിലായതുകൊണ്ട് സ്ഥലം ഒരു ടേബിളല്ലേ നിങ്ങൾ റൂമിൽ ഒരു ടേബിളില്ലേ? മക്കളെ ശബ്ദം കൂടി അത് വേണം. മക്കൾ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മക്കളില്ല വേറെ റൂമിലാകുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളുണ്ടെങ്കിൽ അതൊരു ഇതുണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് രാവിലെ പറ്റും. ആ രാവിലെ ഞാൻ എൻ്റെ കിച്ചൺ പക്ഷേ കിച്ചണിൽ നിന്ന് ബിസിനസ് തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് നല്ലൊരു എക്സാമ്പിൾ ബോഡി ഷോപ്പ് തന്നെ. ഇപ്പോൾ ഏതൊരു എയർപോർട്ടിൽ പോയാലും കാണുന്ന ബോഡി ഷോപ്പ് തുടങ്ങിയ കിച്ചണിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കിച്ചൺ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വലുത് എന്നറിയോ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ കിച്ചണിൽ അടി കൂട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുള്ളത്, അത് അടി കൂടുന്ന സൗണ്ട്, പ്ലേറ്റ് വീഴുന്ന സൗണ്ടിൽ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതേപോലത്തെ അമ്മമാർക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതറിയോ? കാരണം അവർ ഇതേപോലെ അടി കൂടുണ്ടാവും പ്ലേറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതുണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ താഴത്തൊക്കെ ഒന്ന് ഇടുക, പിന്നെ അത് കൊണ്ട് സംസാരിക്കുക. ജനങ്ങൾക്ക് അതാ ഇഷ്ടം. ഈ ജനങ്ങൾക്ക് ഇന്ന് ആ പോളിഷ് ചെയ്തിട്ടുള്ള ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു സാധാരണ രീതിയിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? അപ്പോൾ ആ നാച്ചുറാലിറ്റി അവിടെയും വരണം, ഇത് ബാക്ക്ഗ്രൗണ്ടിലും വരണം. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്ക്ഗ്രൗണ്ട് ഇരുന്നായിക്കോട്ടെ, വോയിസ് ഉണ്ടായിക്കോട്ടെ. ഞാൻ ഇപ്പോൾ സംസാരിക്കണം തൊട്ട് മുമ്പ് തന്നെ എൻ്റെ വീട്ടിനടുത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ. പാവങ്ങളാണ്, വളരെ നല്ലവരാ. ചിലപ്പോൾ അലക്കണ ഒച്ചുണ്ടല്ലോ, പണ്ട് കാലത്ത് അലക്കണ ഒച്ചുണ്ടല്ലോ, അതായത് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത ആ ഒച്ച ചിലപ്പോൾ ഞാൻ കേൾക്കും. ഞാൻ വിചാരിക്കും എൻ്റെ മൈക്കിൽ കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഓഫീസും എൻ്റെ സ്റ്റുഡിയോക്ക് സൗണ്ട് പ്രൂഫാണ്. സൗണ്ട് പ്രൂഫിൻ്റെ ഉള്ളിൽ കൂടെ അത് വരും എനിക്ക്. കാരണം എൻ്റെ ഹെഡ്സെറ്റ് ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റും. അപ്പോൾ എനിക്കൊരു തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് കേട്ടോട്ടെ, ഒരു പ്രശ്നമില്ല. യു വിത്ത് മീ? ജനങ്ങൾക്ക് അതൊക്കെ ഒന്നും കുഴപ്പമില്ല എന്നുള്ള ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇന്ന് നിങ്ങളത് തുടങ്ങും അല്ലേ? ഞാൻ ഇന്ന് അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഒന്ന് എൻക്വയറി ചെയ്യാം. ഓക്കെ. എഡിറ്റ് ചെയ്യുന്ന കുറിച്ചിട്ടും നിങ്ങൾ ഒരു കുഴപ്പമില്ല, അതൊക്കെ പഠിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കണ്ടീഷന്. റെഡിയാണോ? കണ്ടീഷൻ കേൾക്കാൻ റെഡിയാണോ? ഓക്കെ. ഇത് എന്നാണ് തുടങ്ങുക എന്നുള്ളത് എനിക്കറിയില്ല. എന്നാണ് തുടങ്ങുന്നത്? ഒരു 100 എപ്പിസോഡെങ്കിലും അല്ലെങ്കിൽ 100 വീഡിയോസെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, പോസ്റ്റ് ചെയ്യാം. 100 ശേഷം നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം വേറെ എന്താ ചെയ്യേണ്ടതെന്ന്. അതൊക്കെയാണോ? അതുവരെ വരരുത്. 100 വീഡിയോസ് പോസ്റ്റ് ചെയ്യണം നിങ്ങൾ. 100 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കസ്റ്റമർ കൗണ്ട്സ് കൂടുന്നുണ്ടോ, ഫോളോവേഴ്സ് കൂടുന്നുണ്ടോ, അതൊക്കെ ശരിക്കും ഇവാലുവേറ്റ് ചെയ്യാം. 100 ശേഷം നിങ്ങൾ വരും എന്നോട്, എന്നിട്ട് നമുക്ക് അപ്പം സംസാരിക്കാം. അതൊക്കെയാണോ? ഒരു ക്ലാരിറ്റി കിട്ടിയോ? ആദ്യം ജനങ്ങളെ വരുത്തിക്കുക, അത് കഴിഞ്ഞ് ജനങ്ങളെ വീഴ്ത്തുക. ഇപ്പോൾ മനസ്സിലായില്ലേ? ആദ്യം ജനങ്ങളെ വരുത്തിക്കുക, എന്നിട്ടേ വീഴ്ത്താൻ പറ്റുള്ളൂ. വീഴ്ത്തണമെങ്കിൽ ജനങ്ങൾ വരണ്ടേ? ഓക്കെ, അപ്പോൾ അവർ വരുത്തിക്കാൻ നോക്കുക, അവരെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് ഒരു ബിസിനസ് നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഹാപ്പിയാണോ? ക്ലാരിറ്റി കിട്ടിയോ? 0 to 10 എത്ര? ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാം, അടുത്ത കോളർ അൺമ്യൂട്ട് ചെയ്യാം.